ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ഇന്നത്തെ സത്സംഗത്തിൽ 26ാമത്തെ ദശകം ഈ ഗജേന്ദ്ര മോക്ഷം എന്ന പ്രകരണം പാരായണം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നതിനുള്ള സമയമാണ്. പാരായണം ചെയ്ത് അതിൻ്റെ ഫലശ്രുതി കൂടി പറഞ്ഞ് അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. ഹരേ കൃഷ്ണ. ദശകം 26 ഗജേന്ദ്രമോക്ഷം. ഇന്ദ്രദ്യുമ്നഃ പാണ്ഡ്യഖണ്ഡാധിരാജസ്ത്വദ്ഭക്താത്മാ ചന്ദനാദ്രൗ കദാചിൽ ത്വൽസേവായാം മഗ്നധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാദിത്യകാമം കുംഭോദ്ഭൂതിഃ സംഭൃതക്രോധഭാരഃ സ്തബ്ധാത്മാ ത്വം ഹസ്തിഭൂയം ഭജേതി ശബ്ദ്വാധൈനം പ്രത്യഗാത്സോപി ലേഭേ ഹസ്തീന്ദ്രത്വം ത്വൽസ്മൃതിവ്യക്തിധന്യം ദുഗ്ധാംഭോധേർമധ്യഭാജിത്രികൂടേ ക്രീഡൻ ശൈലേ യൂഥപോയം വശാഭിः സർവാൻ ജന്തൂനത്യവർത്തിഷ്ടശക്ത്യാ ത്വദ്ഭക്താനാം കുത്ര നോത്കർഷലാഭഃ സ്വേന സ്ഥേംനാ ദിവ്യദേശത്വശക്ത്യാ സോയം ഖേദാനപ്രജാനൻ കദാചിൽ ശൈലപ്രാന്തേ ഘർമ്മതാന്തഃസരസ്യാം യൂഥൈः സാർദ്ധം ത്വത്പ്രണുന്നോഭിരേമേ ഹൂഹുസ്താവദ്ദേവലസ്യാഭിശാപാൻ ഗ്രാഹീഭൂതസ്തജ്ജലേ വർത്തമാനഃ ജഗ്രാഹൈനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം हि ശ്രാന്തിദോസി സ്വകാനാം ത്വൽസേവായാ വൈഭവാദ്ദുർനിരോധം യുധ്യന്തം തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ ത്വത്പദൈകാഗ്രസിദ്ധ്യൈ നക്രാക്രാന്തം ഹസ്തിവര്യം യഥാസ്ത്വം ആർത്തിവ്യക്തപ്രാക്തനജ്ഞാനഭക്തിശുണ്ടോക്ഷിപ്തൈഃ പുണ്ടരീകൈः സമർച്ചൻ പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം സോൻവഗാദീത് പരാത്മൻ ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശാദ്യൈർനാഹമിത്യപ്രയാദേ സർവാത്മാ ത്വം ഭൂരി കാരുണ്യവേഗാത്താക്ഷ്യാരൂഢഃ പ്രേക്ഷിതോ ഭൂഃ പുരസ്താത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹസ്തീന്ദ്രം തം ഹസ്തപത്മേന ധൃത്വാ ചക്രേണ ത്വം നക്രവർയം യദാരീഃ ഗന്ധർവേസ്മിൻ മുക്തശാപേ സഹസ്തി ത്വൽസാരൂപ്യം പ്രാപ്യതേ ദീപ്യതേ സ്മ ഏതദ്വൃത്തം ത്വാം ച മാം ച പ്രഗേയോ ഗായേൽ സോയം ഭൂയസേ ശ്രേയസേ സ്യാൽ ഇത്യുക്ത്വൈനം തേന സാർദ്ധം ഗതസ്ത്വം ധിഷ്ണ്യം വിഷ്ണോ പാഹി വാതാലയേശ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ഈ ഒരു ദശകം പാരായണം ചെയ്യുന്നതിൻ്റെ ഫലപ്രാപ്തിയാണ്. അതിലൊന്ന് ഭഗവാൻ തന്നെ ഗജേന്ദ്രന് കൊടുത്ത ഒരു അനുഗ്രഹം. അത് തന്നെയാണ് ഏറ്റവും വലിയ ഫലപ്രാപ്തി. ഭഗവാൻ പറഞ്ഞു, ഈ ദശകം പാരായണം ചെയ്താൽ സർവോത്കൃഷ്ടമായിട്ടുള്ള ശ്രേയസ്സുണ്ടാവുമെന്ന്
ഭഗവാന്റെ വാക്കാണ്, നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്ന അനുഗ്രഹമാണിത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പ്രകരണം, ഈ ഒരു ദശകം പാരായണം ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും അതുണ്ടാവും. ഇതുകൂടാതെ ആചാര്യന്മാർ പറയാറുള്ള 2 സവിശേഷത കൂടി ഈ ദശകത്തിൻ്റെ പാരായണത്തിനുണ്ട്. ആചാര്യന്മാർ പറയാറുണ്ട്, സർവ പാപങ്ങളിൽ നിന്നും മോചനം നേടുന്നതിന് ഈ ദശകം പാരായണം ചെയ്യുന്നത് ഉത്തമമാണ് എന്ന്. ഇവിടെ ഈ ഗജേന്ദ്രൻ അധികം പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഒരു ശാപം കിട്ടി എന്നുള്ളത്, പക്ഷേ ആ ശാപത്തിന് നിദാനമായിട്ടുള്ളതൊരു പാപമാണോ എന്ന് ചോദിച്ചാൽ അതിലേറെ ശ്രേഷ്ഠമായ ഒരു കർമ്മത്തിൽ മുഴുകിയിരുന്നത് കൊണ്ടാണ് ശാപത്തിനിടയായത്. ഭഗവത് സേവയോളം വലിയ ഒരു ശ്രേഷ്ഠമായ കർമ്മം മറ്റൊന്നില്ല തന്നെ. അതുകൊണ്ട് തന്നെ അതൊരു പാപമല്ല. പക്ഷേ ആ ഭഗവാന്റെ ഭക്തനായിട്ടുള്ള, ഉത്തമ ഭക്തനായിട്ടുള്ള ഗജേന്ദ്രൻ്റെ പാദങ്ങളെ സ്പർശിച്ചത് പാപം മൂലം, താൻ ചെയ്ത ഒരു കർമ്മപ്പിഴ മൂലം ശാപം കിട്ടിയ ഹൂഹു എന്ന ഗന്ധർവനാണ്. ആ ഗന്ധർവന് പോലും മോക്ഷം കൊടുക്കുവാൻ ഈ ഗജേന്ദ്രന് സാധിച്ചുവെങ്കിൽ, ഗജേന്ദ്രൻ്റെ ഭഗവത് ഭക്തിക്ക് സാധിച്ചുവെങ്കിൽ, ഗജേന്ദ്രനിലൂടെ ഭഗവാന്റെ മഹിമ പറയുന്ന ഈ ഒരു ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ കഥ പറയുന്ന ഈ ഒരു ഗജേന്ദ്രമോക്ഷം എന്ന കഥ പാരായണം ചെയ്യുന്ന നമ്മുടെ ഓരോരുത്തരുടെയും നിത്യേന എന്നോണം എത്രയോ എത്രയോ പാപങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവാം. ചിന്തകളിലൂടെ, വാക്കുകളിലൂടെ, കർമ്മങ്ങളിലൂടെയൊക്കെ. അതൊക്കെ ഇല്ലാതെയാക്കുവാൻ ഈ ഗജേന്ദ്രമോക്ഷം എന്ന ഈ ദശകം പാരായണം ചെയ്യുന്നതിലൂടെ സാധിക്കും. ആ മുതലയ്ക്ക് മോക്ഷം കൊടുത്ത ഭഗവാന്റെ കാരുണ്യം, നമ്മളുമൊക്കെ കുഞ്ഞു കുഞ്ഞു പാപങ്ങൾ ചെയ്യുന്നുണ്ടാവാം, അറിഞ്ഞോ അറിയാതെയോ ഒക്കെ. നമുക്കും ഈ പാപങ്ങളിൽ നിന്നൊക്കെ ഒരു മുക്തി നേടുവാൻ ഭഗവാന്റെ കൃപാകടാക്ഷമുണ്ടാകും. പിന്നെ ഒന്ന് പറയുന്നത്, എല്ലാ ദുരിതവേളകളിലുമുള്ള മനസ്സിൻ്റെ നിശ്ചലതയാണ്. നോക്കൂ, ഈ ഗജേന്ദ്രൻ വലിയൊരു വേദനാഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ആ ഗജേന്ദ്രനു പോലും ഒരു സമയമെത്തിയപ്പോൾ ഭഗവാനിങ്കിലേക്ക് മനസ്സിനെ ചേർത്ത് നിർത്താൻ, മനസ്സിനെ നിശ്ചലമാക്കുവാൻ, ആ ഭഗവത് പാദങ്ങളിൽ മനസ്സിനെ ദൃഢമാക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹമുണ്ടായി എന്ന് പറയുമ്പോൾ, നമുക്കുമൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായേക്കാം, ദുഃഖങ്ങൾ ഉണ്ടായേക്കാം, സങ്കടങ്ങൾ ഉണ്ടായേക്കാം, ദുരിതങ്ങൾ ഉണ്ടായേക്കാം. അപ്പോഴൊക്കെ ഭഗവത് പാദങ്ങളിലേക്ക് മനസ്സിനെ ചേർത്ത് നിർത്തുന്നതിന്, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ ഈ ദശകം പാരായണം ചെയ്താൽ മതി എന്ന് ഗുരുക്കന്മാർ പറയാറുണ്ട്. ഇങ്ങനെ 3 തരത്തിലുള്ള ഫലപ്രാപ്തിയാണ് ഈ ദശകം കൊണ്ട് നമുക്കുണ്ടാകുന്നത്. ഇനി നമുക്ക് 27ാമത്തെ ദശകത്തിൻ്റെ ആദ്യത്തെ ഒരു ശ്ലോകം കൂടി വായിച്ച് പാരായണം ചെയ്ത് ഈ പറയിപ്പിച്ച ഓരോ വാക്കും ഭഗവാനെ ഗജേന്ദ്രൻ സമർപ്പിച്ച ആ താമരപ്പൂക്കൾ പോലെ ഈ ഓരോ വാക്കും താമരപ്പൂവുകളായി അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ അർച്ചനയായി സമർപ്പിച്ചു കൊള്ളട്ടെ. അവിടുന്ന് സ്വീകരിക്കണമേ ഭഗവാനെ. ദശകം 27 പാലാഴിമഥനവും കൂർമാവതാരവും. ദുർവാസാസുരവനിതാപ്ത ദിവ്യമാല്യം ശക്രായ സ്വയമുപദായ തത്ര ഭൂയഃ നാഗേന്ദ്ര പ്രതിമൃതിദേശശാപശക്രം കാക്ഷാന്തിസ്ത്വതിതരദേവതാംശജാനാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇനി നമുക്ക് 27ാമത്തെ ദശകം 27ാമത്തെ ദശകം
അടുത്ത സത്സംഗത്തിൽ ഭഗവാൻ അനുഗ്രഹിച്ചാൽ തുടങ്ങാമെന്ന് കരുതുന്നു. ഭഗവാനൊക്കെ വേണ്ട വിധത്തിൽ നടത്തിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.